ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറക്റ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ, നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്, അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നൊക്കെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾ റൈറ്റ്, നമുക്ക് നോക്കാം എന്താണ് ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്, അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്. ഓക്കെ, കറണ്ട് ഫീലിങ്സ് ആണ് വന്നിരിക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. ഓക്കെ, ദേ ആർ ആങ്ഷ്യസ് അബൌട്ട് യു. ഈ ഒരു സമയത്ത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഉത്കണ്ഠയിലാണ് എന്നുള്ളതാണ് കാണുന്നത്. അതായത് ഒരുപാട് കാര്യങ്ങൾ ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് അവർ ആങ്ഷ്യസ് ആകുന്നു എന്ന് മനസ്സിലാക്കാം. അതായത് ചിലപ്പോൾ ഈ പേഴ്സണും നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട്സ് നടന്ന് സെപ്പറേഷനിലൊക്കെ പോയിട്ടുള്ള സമയമായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കൂടുതലായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ആൻഡ് യെസ്, തിങ്കിങ് മാൻ. അവർ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പേഴ്സൺ ആയിരുന്നു, നിങ്ങളുടെ സ്ഥാനം അവർക്ക് അവരുടെ ലൈഫിൽ എത്രയും വലുതായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുകയാണ്, വിലയിരുത്തുകയാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് കഴിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതായത് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ, അതായത് അവരുടെ ഭാഗത്ത് എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും ഇവിടെ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. സോ അവർക്ക് എന്താണ് നിങ്ങളുടെ അരികിലേക്ക് വരാൻ അവർക്ക് കഴിയും, എങ്കിലും ചില കാര്യങ്ങൾ അവരെ എന്താണ് തിരിച്ച് ഒരു ഡിസിഷൻ എടുപ്പിക്കുന്നു. അതായത് അവർ വരുമ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, നിങ്ങൾ അവരോട് തെറ്റായി സംസാരിക്കുമോ, നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുമോ, ഇങ്ങനെ ഒത്തിരി ഒത്തിരി ചിന്തകൾ അവരുടെ മനസ്സിൽ റിപ്പീറ്റായിട്ട് വന്നു പോകുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അവരുടെ എന്താണ് അവരുടെ കയ്യിൽ ഇപ്പോഴും ആ ഒരു പ്രണയം അത്രയും പ്രഷ്യസ് ആയിട്ട് തന്നെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മറ്റൊന്നിലേക്ക് ഫോക്കസ്ഡ് ആവാനായിട്ട് പറ്റുന്നില്ല. ഏതൊരു സമയത്തും ഈ ഒരു സിറ്റുവേഷനിൽ മാറ്റം ഉണ്ടാവണം, ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം. അവരുടെ ജീവിതം തന്നെ ടോട്ടലി ഫ്രീസ് ആയി പോയ പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ലൈഫ് മുന്നോട്ട് പോകുന്നതായിട്ട് അവർക്ക് ഫീൽ പോലും ആകുന്നില്ല. അതായത് ഈ ഒരു പ്രണയം മാത്രമാണ് അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വികാരമായിട്ട് കാണുന്നത്. സോ ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് അത്രയും ആഴത്തിലുള്ളത് തന്നെയായിരിക്കണം. ആൻഡ് ഈ ഒരു സമയത്ത് അവർ മറ്റൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഏജ് ഡിഫറൻസ്, കാസ്റ്റ് ഡിഫറൻസ്, അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഡിഫറൻസ് ഒക്കെ കാണുന്നുണ്ട്. ഒരുപാട് പേർക്കും അത് ഇവർക്കൊരു ലിമിറ്റിംഗ് ബിലീഫാണ് ഉള്ളത്. അതായത് അതായത് ഒരു കോംപ്ലക്സ് പോലെ. ചിലപ്പോൾ നിങ്ങൾ അവരെക്കാളും കുറച്ച് ഫിനാൻഷ്യലി സൗണ്ടായിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റാറ്റസിൻ്റെ പേരിൽ നിങ്ങൾ അവരെ അവഗണിക്കുമോ, അല്ലെങ്കിൽ അവരുടെ റിയാലിറ്റി കൂടുതൽ അറിയുമ്പോൾ നിങ്ങൾ അവരെ ഉപേക്ഷിക്കുമോ, ഇത്തരം ചിന്തകളൊക്കെ ആ വ്യക്തിയുടെ മനസ്സിൽ പലപ്പോഴും വന്നിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട്. ആൻഡ് യെസ്, അതുകൊണ്ടൊക്കെ തന്നെയാണ്, അവരുടെ കുറേ ചിന്തകൾ കൊണ്ട് തന്നെയാണ് അവർ പലപ്പോഴും ഡിസിഷൻസ്, ആക്ഷൻസ് ഒന്നും എടുക്കാണ്ട് പിന്നിലേക്ക് പോകുന്നത്. പക്ഷെ മനസ്സുകൊണ്ട് എപ്പോഴും തയ്യാറെടുത്തിരിക്കുകയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട്, നിങ്ങളെ ആ ഊർജ്ജത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ആ ഒരു ഡിസിഷൻ അവരെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ മനസ്സിലെ ചിന്തകൾ മാത്രമാണ് ഈ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ അവർക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തിയെ കൂടുതലായിട്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് തന്നെയാണ്. യൂണിവേഴ്സായിട്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് കുറേ തെറ്റിദ്ധാരണകളാണ് നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ബേസ് ആക്കിയിട്ടല്ല ആ വ്യക്തിയെ സ്നേഹിച്ചത് എന്ന് അവർ മനസ്സിലാക്കിക്കണം. ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ യൂണിവേഴ്സ് തന്നെ കൊടുത്തിരിക്കുന്നത്.
നിങ്ങൾ മനസ്സിലാക്കുക, ആ വ്യക്തി അവരുടെ ജീവിത സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ഉടനീളം അവർ ഇത്രയും നാളും പല പല ട്രോമയിലൂടെ കടന്നു വന്നൊരു വ്യക്തി തന്നെയാണ്. അവർക്ക് ചിലപ്പോൾ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതുപോലെ അവരുടെ ജീവിതത്തിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ വ്യക്തികൾ അവരെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം. അതിൻ്റെ എല്ലാം ഒരു വേദനയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു പേഴ്സണാണ് ഈ വ്യക്തി എന്നുള്ളത് കാണുന്നുണ്ട്. സോ ഇപ്പോഴും ഈ നിമിഷവും അവർക്ക് എന്താണ് അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു പരിശ്രമത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ സ്ഥാനമാനങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ കിട്ടാത്തതായിട്ടും കാണുന്നുണ്ട്. അതൊക്കെ എല്ലാം ഈ വ്യക്തി ഒരുപാട് തരത്തിൽ വേദനിപ്പിക്കുന്നുണ്ട്. സോ അവർ എന്താണ് ഫിനാൻഷ്യലി കുറച്ച് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അതിനായിട്ട് അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവാധീനമൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ്. ഈശ്വരൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തിലൂടെ കടന്നു പോകാനൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി തന്നെയാണ്. എന്ത് സാഹചര്യം വന്നിരുന്നാലും അവർ ഒരിക്കലും നിങ്ങളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഉപേക്ഷിക്കാൻ അവർ ഒരിക്കലും ശ്രമിക്കില്ല. കാരണം നിങ്ങളുടെ മുന്നിൽ അവർ മുഖം മൂടിയിട്ടാണ് നിൽക്കുന്നത്. അതായത് ശരിക്കും നിങ്ങളോടുള്ള പ്രണയം എന്താണെന്നുള്ളത് ഒരിക്കൽ പോലും അവർ നിങ്ങളോട് വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആൻഡ് അവർക്ക് ഈ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അത്രയും ഡെപ്തുള്ള ഒന്നാണ്. ഒരിക്കലും മറ്റൊന്നിനും അവരും നിങ്ങളെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ശക്തിയാണ് അവിടെ കാണുന്നത്. ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് കാണിക്കുന്നത് ഈ വ്യക്തിക്ക് ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആബ്സെൻസ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ശൂന്യത കൊണ്ടുവന്നിരിക്കുന്നു എന്നും കാണിക്കുന്നുണ്ട്. ആൻഡ് ഒരുപാട് വ്യക്തികൾ ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ. മേ ബി അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, കൊളീഗ്സൊക്കെ ആയിരിക്കാം. അവർ എല്ലാം തന്നെ ഇതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്കും അവർക്കും തമ്മിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ട്. ഇത് നമ്മൾ പറഞ്ഞ പോലെ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങളെ അവർ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷെ ഇപ്പോൾ അവരതൊന്നും തന്നെ ബോധർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വളരെയധികം ക്ഷമയോടുകൂടി തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ആൻഡ് യെസ്, അവരുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ നമുക്ക് പറയാൻ എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ആൻഡ് ഓഫ് പോലെ. അതായത് ചിലപ്പോൾ തോന്നും വളരെ ശക്തമായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം. അറ്റ് ദ സെയിം മൊമെൻറ്റ് അവർക്ക് തോന്നും അവരുടെ ഭാഗത്ത് കുറേയധികം വീക്ക്നെസ് ഉണ്ട്, നിങ്ങളതെല്ലാം ചേർന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വരുന്നത് കാരണം അവരിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആൻഡ് പക്ഷെ ഒരു പുതിയ തുടക്കം വരേണ്ടതായിട്ടുള്ള സമയമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ലാസ്റ്റ് കാർഡ് നമുക്ക് അതാണ് വന്നിട്ടുള്ളത്. യെസ്, ഇപ്പോൾ ഇവിടെ ഒരു അവരുടെ മനസ്സിൽ തന്നെ ഒരു യുദ്ധം നടക്കുകയാണ്. കാരണം നിങ്ങളെ വിട്ടിട്ട് പോകാനും പറ്റുന്നില്ല, നിങ്ങളിലേക്ക് തിരിച്ചു വരാനും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ് ആ വ്യക്തിയുടേത്. ഓക്കെ, ഇപ്പോൾ അവരുടെ സിറ്റുവേഷനും കൂടി നമുക്കിവിടെ വെളിപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്ക് സൺ കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അവർ ആ ഒരു നെഗറ്റീവിൻ്റെ മേലിൽ പോസിറ്റീവിലേക്ക് വിജയം വരിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. അവർ അതായത് ശക്തമായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. സോ അവരിൽ നിന്നും ഒരു കോൺടാക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അവർ നിങ്ങളെ കോൾ ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട്. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ള എനർജീസ് നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. ഓക്കെ, ഈ വ്യക്തിയെ ഒരു അടുത്തിടെ നിങ്ങൾ സ്വപ്നത്തിൽ കാണാറുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ വ്യക്തിയെ സാമ്യപ്പെടുത്തുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഓർമ്മകൾ വരുന്ന രീതിയിലുള്ള കാഴ്ചകൾ കാണാനൊക്കെ ഇട ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കുറച്ച് മാത്രം ക്ലൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എ, ലെറ്റർ എൽ, ലെറ്റർ ടി, ലെറ്റർ ബി, ലെറ്റർ എസ്. മെഡിക്കൽ ഫീൽഡ് വന്നിട്ടുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ എന്തെങ്കിലും ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, പഠിക്കുന്നവരായിരിക്കാം. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു സമയത്ത് ഉണ്ടാവാം. ആൻഡ് ബർത്ത്ഡേ വിഷസ് കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ബർത്ത്ഡേ ഉള്ള മാസമായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഉടനെ തന്നെ വരുന്നുണ്ടാവാം. ഈ വ്യക്തി നിങ്ങളെ വിഷ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഹാപ്പി ഫാമിലി, അതായത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു മാരേജ് ലൈഫൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ്. ആൻഡ് ഇവരുടെ ഹെയറിന് പ്രത്യേകതയുണ്ട്. അതായത് എന്തെങ്കിലും കളറിൽ ടെക്സ്ചറിൽ വ്യത്യാസം ഉണ്ടാവാം, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തത ഉണ്ടാവാം. ആൻഡ് ഈ വ്യക്തിയുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെയധികം മനോഹരമായിട്ടുള്ളതാണ്, അട്രാക്റ്റീവ് ആയിട്ടുള്ളതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് നമ്പർ 2, 11, 7, 31, നമ്പർ 6, 19. ഓക്കെ, ഈ നമ്പേഴ്സിനും ഇമ്പോർട്ടൻസ് കാണിക്കുന്നുണ്ട്. യാത്രകളൊക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ചില വ്യക്തികളോട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറാണ്. അതായത് ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിലായിരിക്കാം, ചില ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ
ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ തന്നെ സഡനായിട്ട് അവർ കാമാവുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു ബിഹേവിയർ വ്യക്തിയിൽ നിന്നുണ്ടാവുന്നത്. അതായത് ആ ഒരു ഷോർട്ട് ടെമ്പേർഡാണ് ഈ നേച്ചർ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെയൊന്നും റെസൊനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.